നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ പ്രപഞ്ചം ഒന്നടങ്കം കാത്തിരിക്കുന്ന ഏറ്റവും സ്വാധീനമുള്ള ആ മഹാഗ്രഹചലനത്തിൻ്റെ ഘട്ടത്തിലേക്കാണ് നമ്മളിനി കടക്കാൻ പോകുന്നത്. നമ്മൾ എത്രയൊക്കെ ശാസ്ത്രീയമായി ചിന്തിച്ചാലും പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നിഴൽ പോലെ പിന്തുടരുന്നതായ ചില ഊർജങ്ങളുണ്ട്. അത് പോസിറ്റീവാകാം, പലപ്പോഴും അത് നെഗറ്റീവായിട്ടും മാറാം. അതിൽ ഏറ്റവും പ്രധാനിയായ കർമ്മഫലങ്ങൾ നൽകുന്ന കർമ്മഫലദാതാവ്, അല്ലെങ്കിൽ നമ്മൾ അല്പം പേടിയോടെ കാണുന്നതായ ഒരു ഗ്രഹമുണ്ട്. നീതിയുടെ ദേവൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അല്പം ഭയത്തോടെ തന്നെയാണ് നമ്മൾ അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്. ഭയഭക്തിയോടെ നമ്മൾ ശനിദേവൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ശനിദേവൻ, നമ്മളപ്പോൾ അല്പം ഭയത്തോടെ കാണുന്ന ശനിദേവൻ തൻ്റെ സഞ്ചാര ദിശയൊന്ന് മാറ്റാനായിട്ട് പോകുന്നു. 2026 ജൂലൈ മാസം 27 തിങ്കളാഴ്ച മുതലാണ് ശനി വക്രഗതിയിലേക്കുള്ള ചലനത്തിനായി ഒരുങ്ങുന്നത്. അപ്പോൾ നമ്മളിൽ പലരും ഈ ശനിമാറ്റം എന്ന് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ശനി പിന്നോട്ട് ചലിക്കാനൊരുങ്ങുന്നു എന്ന് കേൾക്കുമ്പോഴൊക്കെ ഭയത്തോടെയാണ്. പൊതുവെ ശനി ഭഗവാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അല്പം ഭയഭക്തി ബഹുമാനമാണ്. ഭയമുണ്ട്, ഭക്തിയുണ്ട്, ബഹുമാനം. എങ്കിലും അല്പം മുന്നിൽ നിൽക്കുന്നത് ഭയം തന്നെയാണ്. 7.5 ശനി, അഷ്ടമശനി, ഇതൊക്കെ കണ്ട് നെഞ്ചുരുകി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് നമുക്ക് ചുറ്റും ഉള്ളത് തന്നെ. എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പായിട്ട് തരാം, ഇത്തവണത്തെ ശനിയുടെ ദിശമാറ്റം ചില രാശിക്കാർക്ക്, അല്ലെങ്കിൽ അതിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശാപമായിട്ടല്ല വരുന്നത്. അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന വലിയ അനുഗ്രഹമാണ് ശനി ഭഗവാന്റെ കൃപ കൊണ്ട് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് പണം പല വഴികളിൽ എത്തിച്ചേരും. കർമ്മമേഖലയിൽ ഇതുവരെ കാണാത്തതായ വലിയ ഉയർച്ചകളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരുന്നത്. ഒരു സുവർണ കാലഘട്ടം തന്നെ തുടങ്ങുന്നു എന്ന് പറഞ്ഞാലും അത് അധികമായി മാറുകയില്ല ഈ വരുന്ന ജൂലൈ 27 തിങ്കളാഴ്ച മുതൽ. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ വെറുമൊരു പ്രവചനം മാത്രമായിട്ടല്ല, കൃത്യമായ പഞ്ചാംഗ ഗണിതങ്ങളാണ് ഈ ഗ്രഹമാറ്റത്തെക്കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഏത് ദിവസം, ഏത് സമയത്തിൽ ഇത് തുടങ്ങുന്നു, എപ്പോൾ വരെ ഇത് നീണ്ടു നിൽക്കും, ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ വരുന്നത്, ഒരല്പം ഒന്ന് സൂക്ഷിക്കേണ്ടതായ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് കൃത്യമായിട്ട് വിശദമായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഈ ശനി ദിശ മാറുന്നു എന്ന് പറഞ്ഞാൽ? എല്ലാവരും പറയാറുണ്ട് ശനി വക്രഗതിയിലാവുന്നു, അല്ലെങ്കിൽ ശനിദേവൻ ദിശ മാറ്റുന്നു. പക്ഷേ ഇത് എന്താണെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഒരു ഗ്രഹവും പ്രപഞ്ചത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് ബ്രേക്കിട്ട് പിന്നോട്ട് സഞ്ചരിക്കാറില്ല. എന്നാൽ ഭൂമിയുടെയും അതേപോലെ ശനിയുടെയും ഭ്രമണപഥത്തിലെ വേഗതയിൽ വ്യത്യാസം കാരണമാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ശനി ഇങ്ങോട്ട് പിന്നോട്ട് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഇതിനെ നമുക്ക് വക്രഗതി എന്ന് പറയാം, അഥവാ ശനി വക്ര എന്നൊക്കെ നമ്മൾ ഇതിനെ വിളിക്കുന്നുണ്ട്. കൃത്യമായി പഞ്ചാംഗപ്രകാരം പറയുമ്പോൾ 2026 ജൂലൈ 27 തിങ്കളാഴ്ച രാത്രി 12 മണി കഴിഞ്ഞ് 59 മിനിറ്റ്. അപ്പോൾ സാങ്കേതികമായിട്ട് നോക്കുമ്പോൾ അത് ജൂലൈ 28 പുലർച്ചയോടുകൂടിയാണ് വരുന്നത്. അപ്പോൾ ശനിയുടെ ഈ വക്രഗതി സഞ്ചാരം അന്നേ ദിവസം മുതൽ ആരംഭമാകുന്നുണ്ട്. ഇനി ഇത് നീണ്ടു നിൽക്കുന്നത് 2026 ഡിസംബർ 11 പുലർച്ചെ വരെ. അപ്പോൾ ഏകദേശം ഒരു കണക്ക് കൃത്യമായി പറഞ്ഞാൽ ഒരു 137 ദിവസങ്ങളാണ് ശനിദേവൻ ഈ വക്രഗതിയിലെ സഞ്ചാരം നടത്തുന്നത്. അപ്പോൾ നിലവിൽ ശനിദേവൻ വ്യാഴത്തിൻ്റെ രാശിയായ മീനം രാശിയിൽ ബുധൻ്റെ നക്ഷത്രമായ രേവതിയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ദിശമാറ്റം സഞ്ചരിക്കുകയും 137 ദിവസങ്ങളിൽ ഇത് ഒക്ടോബർ മാസത്തോടെ ശനി രേവതി നക്ഷത്രത്തിൽ നിന്നും പൂർണ്ണമായി മാറി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അങ്ങനെ 137 ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവ് വ്യക്തി ജീവിതത്തിലാണെങ്കിലും വലിയ മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്നതിന് വഴിയൊരുക്കും. ഇനി നമുക്ക് ഓരോ രാശിയിലേക്കും ആ നക്ഷത്രങ്ങളിലേക്കും കൃത്യമായിട്ടൊന്ന് കടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 137 ദിവസങ്ങളാണ് ശനിദേവൻ വക്രഗതി സഞ്ചാരത്തിനായിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഏവരും കാത്തിരിക്കുന്ന പ്രധാന ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. അതായത് ജൂലൈ 27 മുതൽ ശനി വക്രഗതി സഞ്ചാരം നടത്തുമ്പോൾ ഏറ്റവും ഭാഗ്യം വരാൻ പോകുന്ന, അല്ലെങ്കിൽ പണം തടസ്സമില്ലാതെ ഒഴുകി നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിയാണ്. അപ്പോൾ മേടം രാശിക്കാരായ ആളുകൾക്ക് ശനി 12ാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിലും
വക്രഗതിയാകുന്നതോടുകൂടി തന്നെ മാറ്റമുണ്ടാകും. കർമ്മമേഖല തടസ്സങ്ങൾ മാറുമെന്നാണ്. കരിയറുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ ഏത് കർമ്മം കൊണ്ടാണോ നിത്യവൃത്തി ചെയ്യുന്നത് ആ മേഖലയിൽ നിങ്ങളെ ബാധിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാനി വരുത്തിക്കൊണ്ടിരുന്ന തടസ്സങ്ങൾ എന്തുമാകാം. അപ്പോൾ ശമ്പളം കിട്ടാതിരുന്ന തടസ്സമാകാം, ജോലി കിട്ടാതിരുന്നതായ തടസ്സമാകാം, അല്ലെങ്കിൽ ജോലിയിലുള്ള പലവിധേനയുള്ള തടസ്സങ്ങൾ, ഏതിനും മാറ്റം ഉണ്ടാകും. ഇനി വിദേശത്ത് ജോലിക്ക് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും. വിസ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജോലി പ്രശ്നങ്ങൾ, അങ്ങനെ പലവിധ വിദേശവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മേടം രാശിക്കാർക്ക് അതിൽ മാറ്റമുണ്ടാവുകയും അപ്രതീക്ഷിതമായ സോഴ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നൊക്കെ വലിയൊരു ധനമൊക്കെ കൈവന്ന് ചേരാനുള്ള ഒരു സാധ്യത. അപ്പോൾ അപ്രതീക്ഷിത സോഴ്സ് എന്ന് വെക്കുമ്പോൾ നമുക്ക് ലോട്ടറിയും പറയാൻ പറ്റും. എപ്പോഴും അങ്ങ് ലോട്ടറി എടുക്കണമെന്നല്ല, വല്ലപ്പോഴും ലോട്ടറി നിങ്ങൾക്ക് പരീക്ഷിക്കാം. അതിൽ 500 രൂപ കിട്ടിയാലും നമുക്കതൊരു ഭാഗ്യം തന്നെയാണ്. എവിടെ നിന്നായാലും 1 രൂപ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാലും 1 രൂപയല്ലേ ഉള്ളൂ, അത് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ 1 കോടിയാണ് ആഗ്രഹിക്കുന്നതെന്ന് ഒരിക്കലും പറയരുത്. 1 രൂപയാണെങ്കിൽ പോലും ദൈവം നമ്മളെ ഒന്ന് പരീക്ഷിക്കുക. 1 രൂപ തന്നാൽ നീ എങ്ങനെയാണ് അതിനെ മൂല്യത്തിൽ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ മാത്രമേ 1 കോടി തന്നാലും അതേ മൂല്യത്തിൽ നിനക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പണ്ടൊരാളുണ്ടായിരുന്നു, അയാൾക്കൊരു ലോട്ടറി അടിച്ച് 10 രൂപ അല്ലെങ്കിൽ 100 രൂപ കിട്ടി. അപ്പോൾ അയാൾ പറഞ്ഞു 100 രൂപയല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് എന്ത് ആവാനാ എന്ന് പറയാം. അയാൾ അടുത്തിരുന്ന കൂട്ടുകാർക്ക് അതങ്ങ് കൊടുത്തു, എൻ്റെ ഇരിക്കട്ടെ എന്നും പറഞ്ഞു. അത് ദൈവം ഒരു പരീക്ഷണം, ഒരു ട്രിക്ക് നടത്തിയതാണ്. നിൻ്റെ കയ്യിൽ ഞാൻ കൂടുതൽ ധനം തന്നാൽ നീ എങ്ങനെയായിരിക്കും വിനിയോഗിക്കുന്നത്? അപ്പോൾ പണത്തിന് എപ്പോഴും ഒരു മൂല്യമാണ്. 100 ആയാലും 1 ആയാലും എല്ലാം ദേവത തരുന്നതാണ്, അല്ലാതെ നമ്മളിലേക്ക് വന്നു ചേരുന്നതല്ല. അപ്പോൾ ആ ദേവതയ്ക്ക് നമുക്ക് തരണമെന്ന് തോന്നണമെങ്കിൽ നമ്മൾ ആ പണത്തെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി സ്വീകരിക്കുകയും വേണം. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് നാളത്തെ അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതലുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങനെയുള്ള ചില അപ്രതീക്ഷിത ധനമാർഗങ്ങൾ വന്നു ചേരും എന്നതാണ്. വിദേശത്ത് നിന്ന് പണമൊക്കെ വന്നു ചേരാൻ അല്ലെങ്കിൽ വിദേശ ധനസമ്പാദനത്തിനുള്ള യോഗം കാണുന്നുണ്ട്. ഇരട്ടി ലാഭവും നേട്ടവും ഒക്കെ ബിസിനസ് ചെയ്യുന്നവർക്കുണ്ടാകും. അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്കാണെങ്കിലും ഇവിടെ വലിയൊരു ജോലി ഉയർച്ചയൊക്കെ കാണുന്ന സമയമാണ് ഇനി വരുന്ന തിങ്കൾ മുതലുള്ള 137 ദിവസങ്ങൾ പ്രദാനം ചെയ്യുന്നത്. ഇനി മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ 10ാം ഭാവമായ കർമ്മസ്ഥാനത്തായിരിക്കും ഈ വക്രഗതി ഉണ്ടാകുന്നത്, ശനിദേവൻ്റെ വക്രഗതിയിലാകുന്നത്. അപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട അംഗീകാരങ്ങൾ ഉണ്ടാകും. ടെമ്പററി ആയിട്ടൊക്കെ നിൽക്കുന്നവർ പെർമനൻ്റ് ആകാനൊക്കെയുള്ളൊരു സാധ്യതയും ഈ സമയത്തുണ്ട്. അതേപോലെ ജോലിയുമായി ബന്ധപ്പെട്ട് ദൂര സ്ഥലത്തൊക്കെയാണ് ജോലി ചെയ്ത് അടുത്തേക്കൊരു ട്രാൻസ്ഫറൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നാളത്തെ ദിവസം അല്ലെങ്കിൽ തുടർന്നുള്ള സമയങ്ങൾ, തിങ്കൾ മുതലുള്ള സമയങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കൂടാതെ ശമ്പള വർധനവ്, പ്രമോഷൻ എന്നിവയ്ക്കുള്ള സാധ്യതയുമുണ്ട്. പുതിയ വരുമാന മാർഗങ്ങൾ വരെ ഈ ഒരു സമയം, ശനി വക്രഗതിയിലാണ് അല്ലെങ്കിൽ ശനിദേവൻ മാറ്റം തുടങ്ങിയിട്ടുണ്ട്, എനിക്കത് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് ചിന്തിക്കുകയേ വേണ്ട. നല്ല സമയം തന്നെയാണ് തുടങ്ങുന്നത്. IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വളരെയധികം ഉന്നതി ഉണ്ടാകുന്ന, ജോലിയിൽ നിന്ന് ചിലപ്പോൾ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒന്നും പറയാതെ പിരിച്ചുവിടുമോ എന്നൊക്കെ പേടിച്ചിരിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സ്ഥിരതയാകുന്ന സമയം തന്നെയാണ്. നിലവിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നതായ പഴയ കടങ്ങളൊക്കെ വീട്ടാനും നേട്ടങ്ങൾ കൊയ്യാനും മനസ്സമാധാനം വീണ്ടെടുക്കാനും ഈ ഒരു സമയം നിങ്ങൾക്ക് സാധ്യമാകും. മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരുടെ കാര്യം പറഞ്ഞാലും അഷ്ടമശനിയുടെ കഠിനമായ കാഠിന്യം കുറയാനായിട്ട് ഈ വക്രഗതി നിങ്ങൾക്ക് ഒരുപാട് തന്നെ സഹായകമാകും. കാരണം ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഈ സമയത്തുണ്ടാകുന്നതിനാൽ തന്നെ മറ്റ് ഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് ചെലുത്തുന്ന പ്രഭാവം ഒക്കെ നിങ്ങൾക്ക് നിഷ്ഫലമാക്കാനായിട്ട് സാധിക്കുന്നതായ ഒരു സമയം കൂടിയാണ്. മുടങ്ങിക്കിടന്നതായ തുകകൾ കയ്യിൽ വന്നു ചേരും. അപ്പോൾ ലോണിന് വേണ്ടിയാണെങ്കിൽ അത് വന്നു ചേരുന്നതാണ്. അല്ലെങ്കിൽ പല വിധത്തിൽ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ വീണ്ടും ജടുതിയിൽ അല്ലെങ്കിൽ വേഗത്തിൽ നടക്കുന്ന സമയം കൂടിയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ആരോഗ്യപരമായി വളരെയധികം വിഷമസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും മെച്ചപ്പെട്ട ആരോഗ്യമൊക്കെ ഉണ്ടാകുന്നതാണ്. അതേപോലെ പുതിയ നിക്ഷേപങ്ങൾക്ക് വരെ വഴിയൊരുങ്ങുന്നതാണ്. പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങാനും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു 10 രൂപ വീതം തിങ്കളാഴ്ച മുതൽ ഞാൻ സേവ് ചെയ്യാൻ തുടങ്ങുകയാണെന്ന് വിചാരിച്ചാൽ അങ്ങനെയാണെങ്കിലും ലളിതമായ രീതിയിൽ നിങ്ങൾക്കൊരു സേവിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ്. വലിയ രീതിയിലുള്ള ലാഭമൊക്കെ പ്രതീക്ഷിക്കാം. വസ്തു ക്രയവിക്രയം നടത്തുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ ലാഭത്തോടു കൂടി വാങ്ങാനും അതേപോലെ ലാഭത്തോടു കൂടി തന്നെ വിൽപ്പന നടത്താനുമൊക്കെ ഈ 137 ദിവസങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമാകുന്നുണ്ട്. വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരുടെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ 5ാം ഭാവത്തിലെ ശനിയുടെ വക്രം വലിയ ധനലാഭത്തിനൊക്കെ കാരണം ആകുന്നുണ്ട്. അപ്പോൾ മുൻകാല സമയങ്ങളിൽ നിങ്ങൾ നടത്തിയിരുന്നതായ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ടാകും, അല്ലെങ്കിൽ ധനം വന്നു ചേരാനും മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും വിദേശ ജോലിയിൽ നിന്നൊക്കെ വലിയ ഒരു പണം ഒഴുകി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. കൂടാതെ ഭൂമി സംബന്ധമായ ഇടപാടുകൾ, ക്രയവിക്രയങ്ങളിലൊക്കെ വലിയ ലാഭവും പ്രതീക്ഷിക്കാവുന്ന സമയം. അപ്പോൾ
ഇവിടെ ലോട്ടറി പോലെയുള്ള അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള ഒരു യോഗവും സമയവും കൂടിയാണ്. അപ്പോൾ വല്ലപ്പോഴും ഒരു ലോട്ടറിയൊക്കെ എടുത്തൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. ഒരുപാടൊന്നും അടുപ്പിച്ച് ഡെയിലി എടുത്തുകൊണ്ടേ ഇരിക്കണമെന്നല്ല പറയുന്നത്. വല്ലപ്പോഴും ഭാഗ്യത്തിന് നിങ്ങൾക്കൊന്ന് പരീക്ഷണാർത്ഥം ഒന്ന് ചെയ്യാവുന്നതാണ്. കാരണം അപ്രതീക്ഷിതമായി പ്രതീക്ഷിച്ചിരിക്കാത്ത നേരത്ത് അല്ലെങ്കിൽ നനച്ചിരിക്കാത്ത വഴികളിൽ നിന്ന് കയ്യിലേക്ക് ധനം വന്നു ചേരണം എന്നൊരു ഭാഗ്യം ഇവിടെ കാണുന്നുണ്ട്. അതിനാൽ തന്നെ ബ്ലോക്ക് ആക്കപ്പെട്ട ധനമുണ്ടാകാം, അല്ലെങ്കിൽ കിട്ടേണ്ടതായിട്ട് പൂർവിക സ്വത്തുവകകളുണ്ടാകാം. ഏതായാലും നനച്ചിരിക്കാത്ത നേരത്ത് നിങ്ങളിലേക്ക് ധനം വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം കൂടി കാണുന്നുണ്ട്. ജ്യോതിഷം എന്ന് പറയുമ്പോൾ വെറും നല്ല കാര്യങ്ങൾ മാത്രമായി പറയുന്ന ഒരു കാര്യം കൂടിയല്ല. അപ്പോൾ ഇവിടെ ഗുണകരമായ ഫലങ്ങൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ വരാനിരിക്കുന്ന പ്രതിസന്ധികളെ കൂടി നമ്മൾ മുൻകൂട്ടി കണ്ട് അതിനെ പ്രതിരോധിക്കേണ്ട ഒരു ശാസ്ത്രം കൂടിയാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പോൾ ശനിയുടെ ഈ 137 ദിവസത്തെ വക്രഗതി കാരണം ഒരല്പം സൂക്ഷിക്കേണ്ട ചില നക്ഷത്രക്കാർ കൂടിയുണ്ട്. അപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഗ്രഹമാറ്റങ്ങൾ നടക്കുമ്പോൾ കുറച്ച് നക്ഷത്രക്കാർക്ക് ഭാഗ്യം ആധിക്യമായിട്ട് അല്ലെങ്കിൽ അധികരിച്ച് വരുമ്പോൾ അല്പം നക്ഷത്രക്കാർക്ക് അല്പം സൂക്ഷ്മതയോടുകൂടി കടന്നു പോകേണ്ട ഒരു സമയം കൂടിയായിരിക്കും. അപ്പോൾ ഭയപ്പെടുത്താനല്ല, മുൻകരുതലുകൾ എടുക്കുക എന്നത് മാത്രമാണ് ജ്യോതിഷപരമായി ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ കഠിനമായ സ്വാധീനം അനുഭവപ്പെടുന്ന ചില രാശിക്കാർ കൂടിയുണ്ട്. അതായത് ചില രാശിക്കാർക്ക് പ്രത്യേകിച്ച് പറയുമ്പോൾ കന്നി, അതേപോലെ മീനം രാശി, ധനുരാശി തുടങ്ങിയ രാശിക്കാർക്ക് അല്പം ഒന്ന് ബുദ്ധിമുട്ടായ ഒരു ഘട്ടത്തിലൂടെ ആയിരിക്കും കടന്നു പോകേണ്ടത്. പ്രത്യേകിച്ച് പറയുമ്പോൾ രേവതി, ഉത്രട്ടാതി നക്ഷത്രങ്ങൾ. അപ്പോൾ ഈ രേവതി, ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ശനിയുടെ സഞ്ചാരം ഈ നക്ഷത്രങ്ങളിലൂടെ ആയതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ രേവതി, ഉത്രട്ടാതി തുടങ്ങിയ നക്ഷത്രക്കാർ അല്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാകുന്നു. കൂടാതെ ഈ ഒരു 137 ദിവസങ്ങൾ, തിങ്കളാഴ്ച മുതൽ തുടങ്ങി ഡിസംബർ 17 വരെയുള്ള 137 ദിവസങ്ങൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും. അതായത് 1 വെച്ചാൽ 100, 100 വെച്ചാൽ 1000 എന്ന് പറഞ്ഞ് ചില തട്ടിപ്പുകളിലൊക്കെ ചിലപ്പോൾ ചെന്ന് പെടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആദ്യം ഒരു എമൗണ്ട് അടയ്ക്കും, അപ്പോൾ അതിനുള്ള ഇൻട്രസ്റ്റൊക്കെ ആദ്യമേ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നീട് പോകെ അത് നമ്മൾക്കൊരു തെറ്റായിരുന്നു അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെട്ടു എന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത 137 ദിനങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള സമയങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ തുടർന്ന് പോവുക, പക്ഷേ പുതിയതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഒന്നും തന്നെ പോകാതിരിക്കുക. അപ്പോൾ ഭൂമി ക്രയവിക്രയമാണെങ്കിൽ പോലും പിന്നീടുള്ള തിങ്കളാഴ്ചയ്ക്ക് ശേഷമുള്ള ദിവസങ്ങൾ പുതിയതായി തുടങ്ങുകയാണ് പല കാര്യങ്ങളും. അങ്ങനെയുള്ള പുതിയതായ തുടക്കങ്ങൾക്ക് അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല. അതല്ല, തുടങ്ങിയേ മതിയാകൂ, ചെയ്തേ മതിയാകൂ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം അടുത്തുള്ള ഒരു ജ്യോതിഷിയെ കൊണ്ട് വിശകലനം ചെയ്തതിന് ശേഷം കൃത്യമായ കാര്യങ്ങളിലേക്ക് പോവുക. നമ്മളിപ്പോൾ പൊതുവേ ഉള്ള പൊതുഫലമാണല്ലോ പറയുന്നത്. കൂടാതെ അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ശനി 5ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ അനാവശ്യ കൂട്ടുകെട്ടുകൾ ഉണ്ടാകാനുള്ള പ്രവണത ഉണ്ടാകും. അതായത് ഒന്ന് കണ്ട ആളുകളോട് തന്നെ പെട്ടെന്ന് കൂട്ടാവാനും അതുവഴിയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. അപ്പോൾ സാമ്പത്തിക റിസ്കുകൾ എടുക്കാതിരിക്കാനായിട്ട് തിങ്കൾ മുതൽ ഡിസംബർ 11 വരെയുള്ള സമയം 137 ദിനങ്ങൾ, വീണ്ടും പറയുകയാണ് 137 ദിനങ്ങളുണ്ട്. ആ സമയങ്ങളിൽ അനാവശ്യമായി കടം കൊടുക്കാതിരിക്കുക. അതേപോലെ പെട്ടെന്ന് വന്ന് പരിചയപ്പെട്ട ഒരു വ്യക്തിയുമായി അടുപ്പം കൂടാനോ ചങ്ങാത്തം കൂടാനോ പണമിടപാടുകൾ അല്ലെങ്കിൽ സ്വർണ്ണാഭരണം കൊടുത്തിട്ട് പണയം വെച്ചിട്ട് പിന്നെ എടുത്തു തരാം എന്നൊക്കെ പറയുന്ന ഇടപാടുകൾ നടത്താറുണ്ട്. അതൊക്കെ ഈ റിസ്ക്കുകളാണ്. റിസ്ക് എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തിരികെ കിട്ടാതെ വരുമ്പോൾ പിന്നെ സംസാരങ്ങളാകും, അത് നാട്ടുകാരറിയും, പിന്നെ കേസാവും, വിഷയമാവും, അങ്ങനെ ബുദ്ധിമുട്ടേണ്ടതായ ഒരവസ്ഥ വരും. കാരണം ശനിദേവനാണ് വക്രഗതി സഞ്ചാരം. ചിലർക്ക് ഗുണകരമാകുമ്പോൾ ചില ആളുകൾക്ക് അത് വലിയ തരം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടതായ ഒരു സാഹചര്യം വന്നേക്കാം എന്നാണ് പറയുന്നത്, വരും എന്ന് പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നമ്മൾ മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് പറയുന്നത്. ജ്യോതിഷം എപ്പോഴും നടക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടന്നേക്കാം എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻപേ മനുഷ്യരിലേക്ക് ഒരു അവബോധം ഉണർത്തുന്ന ശാസ്ത്രമാണ് എന്ന്. അതേപോലെ രോഹിണി, മകയിര നക്ഷത്രക്കാർ യാത്രാവേളകളിൽ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ അതീവ ശ്രദ്ധയൊന്ന് പുലർത്തുന്നത് ഉത്തമമായിരിക്കും. എപ്പോഴും ശ്രദ്ധിച്ചാണ് നമ്മൾ വാഹനം കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ പോലും ഈ ഒരു സമയങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ കൊടുക്കുക. വാഹനമൊക്കെ കൃത്യമായി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് ഉത്തമമാണ്. അതേപോലെ ഉത്രം, അത്തം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട മേഖല എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ അനാവശ്യമായ സംസാരങ്ങളിൽ പോകാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക. ചെറിയ രീതിയിൽ പറയുന്നതായിരിക്കും വലിയ വഴക്കുകളിലേക്കൊക്കെ പോകുന്നത്. അനാവശ്യമായ തർക്കങ്ങളിൽ ചെന്നുപെടാതിരിക്കാൻ മാത്രം ഒന്ന്
ശ്രദ്ധിച്ചാൽ മതിയാകും. ഇനി ഭരണി വിശാഖ നക്ഷത്രക്കാരും പണമിടപാടുമായി ബന്ധപ്പെടുത്തി ജാമ്യം നിൽക്കുന്ന ഒരു പരിപാടിക്കും പോകാതിരിക്കുക. അത് പൂർണ്ണമായി ഒഴിവാക്കുക. അതായത് ജാമ്യം നിന്ന് നമ്മൾ അപ്പോൾ കാര്യങ്ങളൊക്കെ സാധിക്കും, പിന്നീട് അത് നമുക്ക് വിനയായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തിങ്കൾ മുതൽ, അതായത് വരുന്ന 27-ാം തീയതി മുതൽ ഡിസംബർ 11 വരെയുള്ള 137 ദിനങ്ങൾ, ആ 137 ദിനങ്ങളിൽ ഈ പറഞ്ഞ മേഖലകളിൽ നിങ്ങളൊന്ന് ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അപ്പോൾ ഈ ഒരു ശനിദേവൻ്റെ വക്രഗതി സമയത്ത് ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ലഭിക്കേണ്ടതായ ഗുണഫലങ്ങളെ ഇരട്ടിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നത് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചോദ്യമായിട്ടുണ്ടാകും. അപ്പോൾ അതിനുള്ള പരിഹാരമുണ്ട്. ശനിദേവൻ അറിയാമല്ലോ, കർമ്മഫലദാതാവ് എന്നതാണ് ശനിദേവനെ അറിയപ്പെടുന്നത്. കർമ്മത്തിൻ്റെ ഫലമാണ് ദേവൻ തരുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളിലാണ് ഏറ്റവും വലിയ പരിഹാരം തന്നെ ഒളിഞ്ഞിരിക്കുന്നത്. അതായത് കുറുക്കു വഴികൾ ഒന്നും തന്നെ പാടില്ല എന്നതാണ്. കുറുക്കു വഴികൾ ഉപയോഗിക്കാനേ പാടില്ല, അല്ലെങ്കിൽ കുറുക്കു വഴികൾ ഒഴിവാക്കുക എന്നതാണ്. ഈ സമയത്ത് ബിസിനസ് ആകാം, അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെടുത്തി കുറുക്കു വഴിയിലൂടെ പണം സമ്പാദിക്കാൻ നോക്കിയാൽ ശനിദേവൻ്റെ കോപം ഇരട്ടിയായി വന്നു ചേരും. അതുകൊണ്ട് ആദ്യത്തെ നമ്മൾ ഈ ഒരു 137 ദിവസങ്ങൾ എല്ലാ നക്ഷത്രക്കാരും അറിഞ്ഞിരിക്കേണ്ടത് കുറുക്കു വഴിയിലൂടെ അല്ലെങ്കിൽ എളുപ്പത്തിൽ എങ്ങനെ പണക്കാരനാകാം എന്നുള്ള ചിന്തകൾ ഒഴിവാക്കുക എന്നതാണ്. ഇനി അതേപോലെ തന്നെ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പാടില്ല എന്ന്. മറ്റുള്ളവർ, പ്രത്യേകിച്ച് മുതിർന്നവർ, സ്ത്രീജനങ്ങൾ, കുട്ടികൾ എന്നിവരെ ഉപദ്രവിക്കുന്നതുമായി യാതൊരു വിധത്തിലും യോജിച്ചു പോകുന്ന ഒരു ദേവനല്ല ശനി ഭഗവാൻ എന്ന്. അതാണ് പറയുന്നത്, കർമ്മത്തിൻ്റെ ഫലം നൽകുന്ന ദാതാവ്, കർമ്മഫലദാതാവ്. നീ എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് നിനക്ക് ഫലമായി വന്നു ചേരുക എന്നാണ് ശനിദേവൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ കുട്ടികളെ അല്ലെങ്കിൽ മുതിർന്നവരെ ആരെയും തന്നെ ഹിംസിക്കുന്ന രീതിയിലുള്ള, അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള, തരം താഴ്ത്തുന്ന രീതിയിലുള്ള സംസാരങ്ങൾ പാടുള്ളതല്ല. ഇനി ഈ ശനിയാഴ്ചകളിൽ അടുത്ത അയ്യപ്പ ക്ഷേത്രമുണ്ടെങ്കിൽ, അതേപോലെ ശനിക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടേക്ക് ദർശനം നടത്തി നീരാഞ്ജനം, എള്ളുതിരി സമർപ്പിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ദിവസവും 108 തവണ ഓം ശം ശനീശ്വരായ നമഃ എന്ന മന്ത്രം ജപിക്കുന്നത് ഉത്തമമായിരിക്കും. കൂടാതെ കറുത്ത എള്ള്, കറുത്ത തുണി, ചെരുപ്പ്, അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം, ഇതൊക്കെ ദാനം ചെയ്യുന്നതും ശനിദോഷത്തിൻ്റെ കാഠിന്യത്തെ വലിയ രീതിയിൽ ശമിപ്പിക്കാനായിട്ട് സഹായിക്കും. കാരണം ശനിദേവന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്, ധാർമ്മികമായി ധർമ്മത്തെ നിലനിർത്തി കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ വളരെ പ്രീതിപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കോപം കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ വീണ്ടും പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് വലിയ വിനയായിട്ടാണ് വരുന്നത്. മനുഷ്യൻ അങ്ങനെ തന്നെയല്ലേ, ദേഷിച്ചിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയി അയാളെ വീണ്ടും വയലൻ്റ് ആക്കാൻ ശ്രമിക്കുന്നത് വീണ്ടും ദേഷ്യം വർദ്ധിപ്പിക്കാനായി കാരണമാകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളോടൊക്കെ വളരെ ദയയായിട്ട് പെരുമാറാൻ ശ്രമിക്കണം. ശനിദേവനെ പ്രീതിപ്പെടുത്താനുള്ള ഏറ്റവും എളുപ്പമായ വഴികൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നവർക്കുള്ള വഴികളാണ് ഈ പറഞ്ഞു തന്നത്. അപ്പോൾ ഇവിടെ 2026 ജൂലൈ 27 തിങ്കളാഴ്ച മുതൽ ഡിസംബർ 11 വരെ 137 ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യഘട്ടം തന്നെയാണ്. ശനിദേവൻ ആരെയും വെറുതെ ദ്രോഹിക്കുന്ന ഒരു ഗ്രഹമല്ല. അങ്ങനെ ഓർത്തിനിയെങ്കിലും ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം തരുന്ന നീതിമാനായ ഒരു ദേവനാണ് ശനിദേവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭാഗ്യമുള്ള രാശിക്കാർ അഹങ്കാരമില്ലാതെ തങ്ങളുടെ നല്ല സമയം കൃത്യമായിട്ട് വിനിയോഗിക്കാനും ഒന്ന് ശ്രമിക്കുക. ജാഗ്രത പുലർത്തേണ്ട നക്ഷത്രക്കാരാകട്ടെ അനാവശ്യമായ ഭയം മനസ്സിൽ വയ്ക്കാനേ പാടുള്ളതല്ല. പ്രാർത്ഥനയോടും ശ്രദ്ധയോടും കാര്യങ്ങൾ കൊണ്ടുപോയാൽ മതി. ശ്രദ്ധിക്കേണ്ട മേഖലകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ആ മേഖലയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ. എല്ലാവരിലും ഇതൊരു അറിവായി നിൽക്കട്ടെ. അപ്പോൾ മറ്റൊരു അധ്യായവുമായി വീണ്ടും ഉപകാരപ്പെടുന്ന ഒരുപാട് ജ്യോതിഷ അറിവുകളുമായി നിങ്ങളിലേക്ക് വരാൻ എനിക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.